ഇന്നലെ ഇപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ അമ്മച്ചി നമുക്ക് ഒരു ചക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊരു ചക്ക കിട്ടിയപ്പോഴേക്കും അതിന് പകുതി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നാട്ടിൽ നിന്നെന്തോ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളത് മുറിച്ചെടുത്ത് വെക്കുവാണ് കേട്ടോ. ഇതിപ്പോൾ രാത്രിക്കാണ് നമുക്ക് കിട്ടിയതേ. അപ്പോൾ നല്ല കൂഴച്ചക്കയാണെന്ന് പറഞ്ഞാണ് തന്നത്. അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല വരിക്കച്ചക്ക പോലെ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഇങ്ങനെ ഒന്ന് നമ്മൾ എടുത്ത് മാറ്റിയിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുവാണേ. ഇതിപ്പോൾ വരിക്കച്ചക്കയാണെന്ന് ഓർത്താണ് നമ്മളെടുത്തത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴേക്കും ഉണ്ടല്ലോ നല്ല കൂഴച്ചക്കയാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ പോകാത്ത സൈസാണ്. ഇത് ബട്ട് പ്ലാവിലുണ്ടായതാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൂഴയായിട്ടും ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ കഴിച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ നമ്മുടെ തൊണ്ടയിലൊക്കെ ഇങ്ങനെ ഇരിക്കത്തില്ല, അതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ ചക്കച്ചോളയെല്ലാം ഇങ്ങനെ ഓരോന്ന് പറിച്ചെടുത്തിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുവാണേ. ഇവിടെയാണെങ്കിൽ ചക്ക എത്ര കിട്ടിയാലും കൊതി തീരത്തില്ല കേട്ടോ. അത് ഞങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയുള്ളതെന്ന് അറിയത്തില്ല. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ ചക്കക്കൊതി? ഇവിടെ ചക്കയാണെങ്കിൽ കിട്ടാനുമില്ല. ചക്കക്കൊതി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾക്കിവിടെ ചക്ക ഇല്ല. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് നമ്മൾ അത് ഒട്ടും കളയാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ചക്ക ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. നല്ല കൂഴയായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പോരുന്നുണ്ട്. അങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ പാത്രത്തിലോട്ട് എടുത്തിടുന്നുണ്ട്. അതിനിടയ്ക്ക് കൂഴയായതുകൊണ്ട് അങ്ങനെ കഴിക്കുന്നില്ല. നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും കൂഴച്ചക്ക അങ്ങനെ കഴിക്കുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ ചക്കയെല്ലാം നട അടത്തി ഇവിടെ തീരാറായിട്ടോ. അങ്ങനെ ഒരു പാത്രം നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചക്ക അടത്തി കഴിഞ്ഞിനി ഇതിൻ്റെ കുരുവെല്ലാം കൂടെ എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ആ കുരുവെല്ലാം കൂടെ എടുത്ത് മാറ്റി നമുക്കെടുത്ത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ പിന്നെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ കുരുവെല്ലാം എടുത്ത് മാറ്റി ഒരു പാത്രത്തിലോട്ടിട്ട് ഇങ്ങനെ വെക്കുവാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ ചക്കയെല്ലാം കൂടെ പാത്രത്തിലാക്കിയിട്ട് അതെടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണ് കേട്ടോ. എന്നിട്ട് നാളെ നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനാണ്. അതുകൊണ്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് ചക്ക എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാവെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പോയി കുമ്പിളെല്ലാം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ടാണ്. അങ്ങനെ നന്നായിട്ട് നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനപ്പോൾ നമ്മൾ റവയാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. നമ്മളെപ്പോഴും ഇവിടെ റവയാണ് ഉപയോഗിക്കുന്നത്. അതിനെ കുറച്ചുകൂടെ ടേസ്റ്റാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല. ചക്കയ്ക്ക് നല്ല മധുരം വരുന്നതുകൊണ്ട് കുമ്പളപ്പത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങനെ എപ്പോഴും കയറി ഇറങ്ങി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.